ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം ആണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഓൺഡ് ബൈ ദ അസസീസ് അനദർ ഇൻകം ദാറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ടാക്സബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. എന്താണ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ securities means debentures or bonds issued by government or corporate companies or corporations like KSRTC, KSEB or local പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പോലുള്ള ഏത് സ്ഥാപനവും ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിനെയും ബോൺസിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെക്യൂരിറ്റീസ് ഗവൺമെന്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആർക്കാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക? ജനറൽ പബ്ലിക്കിന് വേണമെങ്കിൽ ആ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര എമൗണ്ട് ആണോ അതനുസരിച്ചിട്ട് ഒരു ഇൻട്രസ്റ്റ് ജനറൽ പബ്ലിക്കിന് ഉണ്ടാക്കാൻ കഴിയും. സോ ആ ഇൻട്രസ്റ്റിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ടാക്സബിൾ ഇൻകം ആൻഡ് ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദ ജനറൽ പബ്ലിക്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ബോണ്ടിനും ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. കൊല്ലം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അതൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. അത് ടാക്സബിൾ ആണ്. സോ നമ്മൾ ഇനി കാണാൻ പോകുന്നത് സെക്യൂരിറ്റീസ് എത്ര തരം ഉണ്ട് എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ്. പ്രധാനമായി രണ്ട് തരം സെക്യൂരിറ്റീസ് ആണുള്ളത്. ഒന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മൾ പറയുന്നത് കമേഴ്സ്യൽ സെക്യൂരിറ്റീസ് ഓർ നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. കമേഴ്സ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ബോണ്ട്സ് ഓർ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ കോർപ്പറേറ്റ് കമ്പനീസ് ലൈക്ക് റിലയൻസോ ഇൻഫോസിസോ ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ്, അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻസ് ലൈക്ക് KSEB, KSRTC പോലുള്ള കോർപ്പറേഷൻസുകൾ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെയാണ് നമ്മൾ കമേഴ്സ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. സോ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, കമേഴ്സ്യൽ സെക്യൂരിറ്റീസ് അങ്ങനെ രണ്ട് തരമുണ്ട്. ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് രണ്ട് തരമുണ്ട്. ഒന്ന് ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അതിന്റെ മുകളിൽ അതിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ മുകളിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ചില ബോണ്ടുകളെ ഗവൺമെന്റ് ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ലേബൽ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം ആ ബോണ്ടിൽ നമ്മൾ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റിന്റെ മുകളിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട. നമ്മളത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ. രണ്ടാമത്തെ തരം ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ടാക്സബിൾ ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ്. അതിനെ ലെസ് ടാക്സ് ഗവൺമെന്റ് സെക്യൂരിറ്റി എന്നും പറയും. അത് നമ്മൾ കാണിക്കേണ്ടി വരും, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ കാണിക്കേണ്ടി വരും. കാരണം അത് ടാക്സബിൾ ആണ്. സോ നമ്മൾ എത്ര രൂപയാണോ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് അത് മുഴുവനുമായിട്ട് കാണിക്കേണ്ടി വരും ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ, ബിക്കോസ് ഇറ്റ് ഈസ് ടാക്സബിൾ. കമേഴ്സ്യൽ സെക്യൂരിറ്റി ഇതേമാതിരി രണ്ട് തരമുണ്ട്. ടാക്സ് ഫ്രീ കമേഴ്സ്യൽ സെക്യൂരിറ്റീസും ടാക്സബിൾ ഓർ ലെസ് ടാക്സ് കമേഴ്സ്യൽ സെക്യൂരിറ്റീസും. ഇവിടെ ടാക്സ് ഫ്രീ കമേഴ്സ്യൽ സെക്യൂരിറ്റീസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പോലുള്ളതല്ല ടാക്സ് ഫ്രീ കമേഴ്സ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ആ ഇൻട്രസ്റ്റിന്റെ മുകളിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട എന്നാണ് പറഞ്ഞത്. ഇവിടെ ടാക്സ് ഫ്രീ കമേഴ്സ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ മുകളിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കേണ്ട എന്നല്ല അതിന്റെ അർത്ഥം. ടാക്സ് അടയ്ക്കണം, പക്ഷെ അത് നമുക്ക് വേണ്ടിയിട്ട് കമ്പനി അടച്ചോളും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ടാക്സ് ഫ്രീ കമേഴ്സ്യൽ സെക്യൂരിറ്റി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു ടാക്സ് ഫ്രീ കമേഴ്സ്യൽ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിക്കുന്ന ആൾക്ക് ഒരു 10,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ആ ഇൻട്രസ്റ്റിന്റെ മുകളിൽ ഒരു 10% ഇൻട്രസ്റ്റ് വരുന്നുണ്ട് വിചാരിക്കുക. ടാക്സ് വരുന്നുണ്ട് വിചാരിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു ടാക്സ് ഫ്രീ കമേഴ്സ്യൽ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തു. അതിൽ നിന്നും ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് 10,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുക. സോ ഈ ഇൻട്രസ്റ്റിന്റെ മുകളിൽ ഞാൻ ടാക്സ് അടയ്ക്കണമല്ലോ. 10% ടാക്സ് അടയ്ക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1,000 രൂപ ഞാൻ ടാക്സ് അടയ്ക്കണം. പക്ഷെ 1,000 രൂപ ഞാൻ ടാക്സ് അടയ്ക്കില്ല, കാരണം ഇത് ടാക്സ് ഫ്രീ കമേഴ്സ്യൽ സെക്യൂരിറ്റി ആയതുകൊണ്ട് എനിക്ക് വേണ്ടി ഈ 1,000 രൂപ റിലയൻസ് ഇൻഡസ്ട്രീസ് അടയ്ക്കും. സോ എന്നെ സംബന്ധിച്ചോളം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല, റിലയൻസ് ഇൻഡസ്ട്രീസ് അടച്ചോളും.
അത്തരം കമേഴ്ഷ്യൽ സെക്യൂരിറ്റിയാണ് നമ്മൾ ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത് ടാക്സ് ഫ്രീ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ട എന്നല്ല. അതിന്റെ അർത്ഥം ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കണം, പക്ഷെ ഇൻട്രസ്റ്റ് കിട്ടുന്ന വ്യക്തി അടയ്ക്കേണ്ട. വ്യക്തിക്ക് വേണ്ടിയിട്ട് ബോണ്ട് ഇഷ്യൂ ചെയ്ത കമ്പനി അടച്ചോളും എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ആ അർത്ഥത്തില് നമ്മളെ സംബന്ധിച്ചോളം, വ്യക്തിയെ സംബന്ധിച്ചോളം ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. വ്യക്തിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുക ആരാണ്? ഏത് കമ്പനിയാണോ ഈ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തത് ആ കമ്പനി ടാക്സ് അടച്ചോളും. സോ ഫോർ ദ പേഴ്സൺ ഹു റിസീവ്സ് ഇൻട്രസ്റ്റ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ. ഓക്കെ. ടാക്സബിൾ ഓർ ലെസ് ടാക്സ് കമേഴ്ഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇതിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കണം. ആ വ്യക്തി തന്നെയാണ് ടാക്സ് അടയ്ക്കുന്നത്. ഇൻട്രസ്റ്റ് കിട്ടുന്ന വ്യക്തി ആരാണോ ആ കിട്ടുന്ന വ്യക്തി തന്നെയാണ് ടാക്സ് അടയ്ക്കുന്നത്. കമ്പനി നമുക്ക് വേണ്ടി അടയ്ക്കില്ല. അതിനാണ് ടാക്സബിൾ കമേഴ്ഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ സെക്യൂരിറ്റിയിൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന വ്യക്തി ടാക്സ് അടയ്ക്കേണ്ട. അയാൾക്ക് വേണ്ടിയിട്ട് ടാക്സ് ആരടച്ചോളും? കമേഴ്ഷ്യൽ കമ്പനി, ആ കോർപ്പറേറ്റ്, അതായത് ഏത് കമ്പനിയാണോ ഈ കമേഴ്ഷ്യൽ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തത് ആ കമ്പനി നമുക്ക് വേണ്ടി അടച്ചോളും. ഓക്കെ. ഇത്രയും 4 തരം സെക്യൂരിറ്റീസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 4 തരം സെക്യൂരിറ്റികളുടെ ടാക്സ് ട്രീറ്റ്മെന്റ് എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. നമ്മൾ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൽ 2 രീതിയിലായിരിക്കും നമുക്ക് ഐറ്റംസ് തന്നിട്ടുണ്ടാവുക. ഒന്നുകിൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഈസ് ഗിവൺ ഇൻ ദ പ്രോബ്ലം വിത്ത് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓരോ ഡിബഞ്ചറിലും അല്ലെങ്കിൽ ഓരോ സെക്യൂരിറ്റിയിലും അസസി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് തരും വിത്ത് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഫോർ എക്സാമ്പിൾ, രമേശ് എന്ന് പറയുന്ന ആള് ഹി ഇൻവെസ്റ്റഡ് ₹5 lakh, 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിലാ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇൻ 9% ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ RL കമ്പനി ലിമിറ്റഡ്. RL കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു കമേഴ്ഷ്യൽ കമ്പനിയാണ്. സോ ഇതൊരു കമേഴ്ഷ്യൽ ഡിബഞ്ചർ ആണ്. ആ ഡിബഞ്ചർ 9% ഡിബഞ്ചർ ആണ്. അപ്പോൾ ഡിബഞ്ചറിന്റെ മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് കൃത്യമാണ് 9% ആണ്. ഇയാൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? 5 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇൻട്രസ്റ്റ് എത്ര കിട്ടും? 5 ലക്ഷത്തിന്റെ 9% ഇൻട്രസ്റ്റ് കിട്ടും. ഇയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 45,000 രൂപയാണ്. ഈ 45,000ത്തിന്റെ മുകളിൽ രമേശ് ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ ദിസ് ഈസ് വൺ സ്റ്റൈൽ ഓഫ് ഗിവിംഗ് ദ പ്രോബ്ലം. ഒരു പ്രോബ്ലം തരുന്നതിൽ ഒരു സ്റ്റൈലാണിത്. എന്താ തരുന്നത് ഇവിടെ? എമൗണ്ട് ഇൻവെസ്റ്റഡ് തരും, ഒപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തരും. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇവിടെ 5 ലക്ഷം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 9%. അപ്പൊ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രയാണ് ഇൻട്രസ്റ്റ് ഇയാൾക്ക് കിട്ടുന്നത് എന്നുള്ളത് കണ്ടെത്തണം. എന്നിട്ട് അത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണം. ഇതാണ് ഒരു സ്റ്റൈല്. രണ്ടാമത്തെ സ്റ്റൈൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് തരും? എമൗണ്ട് റിസീവ്ഡ് ആസ് ഇൻട്രസ്റ്റ് ഇസ് ഗിവൺ ഇൻ ദ പ്രോബ്ലം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയാണോ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത് ആ ഇൻട്രസ്റ്റ് കിട്ടിയ തുക, റിസീവ് ചെയ്ത തുക നമുക്ക് കാണിച്ചു തരും. ഫോർ എക്സാമ്പിൾ, രമേശ് റിസീവ്ഡ് 45,000 ആസ് ഇൻട്രസ്റ്റ് ഫ്രം ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ RL കമ്പനി ലിമിറ്റഡ്. RL കമ്പനി ലിമിറ്റഡ് ഇഷ്യൂ ചെയ്തിട്ട് ഡിബഞ്ചറിൽ നിന്നും രമേശിന് എത്രയാ ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത്? 45,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു തരും. അതാണ് രണ്ടാമത്തെ ഒരു തരം സ്റ്റൈൽ ഓഫ് പ്രസന്റിങ് ദ പ്രോബ്ലം. പ്രോബ്ലം ഈ 2 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും നമുക്ക് പ്രോബ്ലത്തില് ഇൻട്രസ്റ്റ് തരാം. നമ്മൾ ആദ്യത്തെ രീതിയിൽ, ഈ ഫസ്റ്റ് രീതിയിലാണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര പെർസെന്റേജ് ആണോ ഇൻട്രസ്റ്റ് റേറ്റ് അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം എമൗണ്ട് ഇൻവെസ്റ്റഡിന്റെ മുകളിൽ. ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാണ് റിസീവ് ചെയ്തത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തരും. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ അങ്ങനെ കാണിച്ചാൽ മതി. ഇനി ഓരോ തരം സെക്യൂരിറ്റി, ഞാൻ 4 തരം സെക്യൂരിറ്റീസിനെ പറ്റി പറഞ്ഞു. ആ 4 തരം സെക്യൂരിറ്റീസിനെ എങ്ങനെയാണ് ടാക്സ് ട്രീറ്റ്മെന്റ് നടത്തേണ്ടത് എന്നുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇൻവെസ്റ്റഡ് എമൗണ്ട് തരും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തരും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആയിരിക്കും തരാം. ഓക്കെ. ഇപ്പോൾ ഇൻവെസ്റ്റഡ് ₹5 lakh ഓൺ 9%. ഏത് സെക്യൂരിറ്റിയാണ് ഞാൻ പറയുന്നില്ല, അത് ഗവൺമെന്റ് സെക്യൂരിറ്റി ആണോ നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റി ആണോ, ഓരോ സെക്യൂരിറ്റി ആണെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് വരണത് എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. രണ്ടാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് റിസീവ്ഡ് 45,000 ആസ് ഇൻട്രസ്റ്റ് ഫ്രം ഏത് സെക്യൂരിറ്റി ആണോ അതിൽ നിന്നും 45,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയതായിട്ട് പറയും കണക്കില്. ഏത് രീതിയിലാണ് കണക്ക് തരാൻ നമുക്ക് പറയാൻ പറ്റില്ല. സോ എങ്ങനെയാണ് ഓരോ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റിനും ട്രീറ്റ് ചെയ്യേണ്ടത്? ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റി ആണെങ്കിൽ അതിന്റെ മുകളിൽ 5 ലക്ഷത്തിന്റെ മുകളിൽ 9% ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. അത് ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ മുകളിലാണ് കിട്ടുന്നത് വിചാരിക്കുക. അപ്പൊ 5 ലക്ഷത്തിന്റെ മുകളിൽ 9% 45,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവും. അത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ കാണിക്കേണ്ട ആവശ്യമില്ല. നോ നീഡ് ടു ഷോ ഇൻ ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ബിക്കോസ് ഇറ്റ് ഈസ് ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റി. ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ്. അത് ടാക്സബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ കാണിക്കേണ്ട. അത് ഏത് സ്റ്റൈലിൽ തന്നാലും ശരി,
എമൗണ്ട് ഇൻവെസ്റ്റഡ് വിത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് രീതിയിലാണ് കണക്കിൽ പറയണമെങ്കിലും കാണിക്കേണ്ട, ഇൻട്രസ്റ്റ് റിസീവ്ഡിന്റെ രൂപത്തിലാണ് കണക്കിൽ തന്നിട്ടുള്ളതെങ്കിലും ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ കാണിക്കേണ്ട, ബിക്കോസ് ഇറ്റ് ഈസ് ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റി. എന്നാൽ രണ്ടാമത്തെ സ്റ്റൈൽ എന്താണ്? ലെസ് ടാക്സ് ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ടാക്സബിൾ ഗവൺമെന്റ് സെക്യൂരിറ്റി. അതിന്റെ മുകളിൽ എത്രയാണോ തുക കിട്ടുന്നത്, ഇൻട്രസ്റ്റ് കിട്ടുന്നത്, അത് ടാക്സബിൾ ആണ്, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണം. സോ ഇൻവെസ്റ്റഡ് എമൗണ്ട് വിത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ 5 ലക്ഷം 9% ഇൻട്രസ്റ്റ്, സോ 5 ലക്ഷത്തിന്റെ 9% കണ്ടെത്തണം, 45,000 ആൻഡ് ഷോ ഇറ്റ് ഇൻ ദി ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ അത് കാണിക്കണം. 45,000 രൂപ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണം. ഇവിടെ 45,000 രൂപ ഡയറക്റ്റ് ആയിട്ടാണ് കണക്കിൽ തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട, ആ 45,000 രൂപ എവിടെ കാണിക്കണം? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണം, ബിക്കോസ് ഇറ്റ് ഈസ് ടാക്സബിൾ ഗവൺമെന്റ് സെക്യൂരിറ്റി. ടാക്സബിൾ ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ വേറെ പേരാണ് ലെസ് ടാക്സ് ഗവൺമെന്റ് സെക്യൂരിറ്റി. അപ്പൊ ഈ ലെസ് ടാക്സ് ഗവൺമെന്റ് സെക്യൂരിറ്റി ആണെങ്കിൽ രണ്ട് കേസിലും നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ അത് കാണിക്കേണ്ടതാണ്. ഓക്കെ. ഇനി ടാക്സ് ഫ്രീ കമേഴ്സ്യൽ സെക്യൂരിറ്റി ആണെങ്കിൽ ഞാൻ പറഞ്ഞു, ടാക്സ് ഫ്രീ കമേഴ്സ്യൽ സെക്യൂരിറ്റി ആണെങ്കിൽ വ്യക്തി ടാക്സ് അടയ്ക്കേണ്ട, കമ്പനി ടാക്സ് അടച്ചോളും എന്നുള്ളതാണ് എന്റെ അർത്ഥം. സോ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ അത് കാണിക്കണം, പക്ഷെ അതിന്റെ ടാക്സ് ആരടച്ചോളും? കമ്പനി അടച്ചോളും. അപ്പൊ ടാക്സ് ഫ്രീ കമേഴ്സ്യൽ സെക്യൂരിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റഡ് എമൗണ്ട് ആണ് തന്നിരിക്കുകയാണെങ്കിൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഷോ ഇറ്റ് ഇൻ ദി ഗ്രോസ് ടോട്ടൽ ഇൻകം. എന്തിനു ശേഷം കാണിക്കാൻ പാടുള്ളൂ? ഗ്രോസ് അപ്പ് ചെയ്യണം. ആ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് തുക, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള ഇൻട്രസ്റ്റ് തുകയെ എന്ത് ചെയ്യണം? ഗ്രോസ് അപ്പ് ചെയ്തിട്ട് വേണം ടോട്ടൽ ഇൻകത്തിൽ കാണിക്കാൻ. ഗ്രോസ് അപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ കാണിക്കാൻ പാടുള്ളൂ. അത് ഡയറക്റ്റ് ആയിട്ട് 45,000 രൂപയാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഗ്രോസ് അപ്പ് ചെയ്യണം, എന്നിട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണം. ഗ്രോസ് അപ്പ് ചെയ്യാന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. വിന്നിംഗ് ഫ്രം ലോട്ടറി ഒക്കെ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യാറുണ്ടല്ലോ. നെറ്റ് എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്, നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യാറുണ്ട്. അതേ ടെക്നോളജി തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സോ ഈ രണ്ട് കേസിലും എത്രയാണോ ഇൻട്രസ്റ്റ് തുക അത് കണ്ടെത്തിയിട്ട് അതിനെ ഗ്രോസ് അപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ കാണിക്കാൻ പാടുള്ളൂ. അതാണ് ടാക്സ് ഫ്രീ കമേഴ്സ്യൽ സെക്യൂരിറ്റീസിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ലെസ് ടാക്സ് കമേഴ്സ്യൽ സെക്യൂരിറ്റീസിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ സ്റ്റൈലിലാണ് തരണമെന്ന് വിചാരിക്കുക കണക്ക്. ഇൻവെസ്റ്റഡ് എമൗണ്ട് വിത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ജസ്റ്റ് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഷോ ഇറ്റ് ഇൻ ദ ഗ്രോസ് ടോട്ടൽ ഇൻകം. നമ്മൾ ഇവിടെ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ റിസീവ്ഡ് എമൗണ്ട് ആണ് തന്നിരിക്കണമെങ്കിൽ നമ്മൾ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇസ് ഷോൺ ഇൻ ദ ഗ്രോസ് ടോട്ടൽ ഇൻകം. എന്തിനു ശേഷം? ആഫ്റ്റർ ഗ്രോസിംഗ് അപ്പ് ഓഫ് ദി ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് എമൗണ്ടിനെ ഗ്രോസ് അപ്പ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കാൻ പാടുള്ളൂ. ഈ രീതിയിൽ എപ്പോഴൊക്കെയാണ് ഗ്രോസ് അപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, പഠിച്ചു വെക്കണം. ഈ 4 തരം സെക്യൂരിറ്റീസിലും എപ്പോഴൊക്കെയാണ് ഗ്രോസ് അപ്പ് ചെയ്തിട്ട് കാണിക്കേണ്ടതെന്നുള്ളതും എപ്പോഴൊക്കെയാണ് ഗ്രോസ് അപ്പ് ചെയ്യാതെ കാണിക്കേണ്ടതെന്നുള്ളതും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഗ്രോസ് അപ്പ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഗ്രോസ് അപ്പ് ചെയ്യേണ്ടത്? എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു 100/90. 10% ആണ് TDS എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു 100/90. നമ്മൾ ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി ടാക്സ് ഫ്രീ ആണോ ലെസ് ടാക്സ് ആണോ എന്ന് എങ്ങനെയാ അറിയാ വെച്ചാൽ കണക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ടാക്സ് ഫ്രീ ആണെങ്കിൽ കൃത്യമായിട്ട് കണക്കിൽ പറഞ്ഞിട്ടുണ്ടാവും. ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക, അതിന്റെ അർത്ഥം അത് ടാക്സബിൾ സെക്യൂരിറ്റി ആണെന്നാണ് അതിന്റെ അർത്ഥം. സോ ടാക്സ് ഫ്രീ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ക്ലിയർലി സ്പെസിഫൈഡ് ഇൻ ദ പ്രോബ്ലം. ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. ഇതില് ഈ സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല കണക്കുകളിലും വരും. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ബോണ്ടും ടാക്സ് ഫ്രീ ആണെന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. ചില കണക്കുകളിൽ അത് കാണിച്ചിട്ടുണ്ടാവും. അത് ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റിയാണ്, അത് കാണിക്കേണ്ട ആവശ്യമില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ 3-4 പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഓക്കെ, താങ്ക് യു.